പാർട്ട് 2-ൽ നമ്മൾ കാണുന്നത് ഹീബ്രു ഭാഷ കർത്താവ് വചനമായിട്ട് സംസാരിച്ചതിനെക്കുറിച്ചാണ്. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, കർത്താവിൻ്റെ പരലോക ഭാഷയാണ് ഹീബ്രു, അതായത് സ്വർഗത്തിലെ ഭാഷയാണ് ഹീബ്രു, എ പ്യുവർ ലാംഗ്വേജ് ഫ്രം ഹെവൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കർത്താവ് സ്വർഗത്തിലെ ഭാഷ സംസാരിച്ചപ്പോൾ ലോകത്തിലെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. അവയ്ക്ക് ശേഷം കർത്താവ് ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം കർത്താവ് താൻ ഉണ്ടാക്കിയ പക്ഷികൾ, മൃഗങ്ങൾ എല്ലാത്തിനും പേരിടണം. സൃഷ്ടിച്ചതെല്ലാം എന്താണെന്നറിയണം. ഓരോ സൃഷ്ടിയും പൂർത്തിയാകുന്നത് അവയ്ക്ക് പേരിടുമ്പോഴാണല്ലോ. പേരിട്ടാലാണ് അവ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ആ ജോലി ആദാമിനാണ് ദൈവം കൊടുത്തത്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പോൾ ആദാമിന് ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. ആദാം ദൈവത്തെ പോലെ ആയതുകൊണ്ട്, ദൈവത്തിൻ്റെ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ഓരോ സകലതും ആദാം പേരിട്ടു. ഉൽപ്പത്തി 2:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം നിലത്ത് നിന്ന് സകല വിധത്തിലുള്ള കാട്ടുമൃഗങ്ങളെയും ആകാശത്തിലെ പറവജാതികളെയും ഉണ്ടാക്കി. മനുഷ്യന് അവയെ എന്തു പേർ വിളിക്കുന്നുവെന്ന് കാണുവാൻ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മനുഷ്യൻ ഓരോ ജീവജന്തുവിന് എന്തു പേർ വിളിച്ചുവോ അത് തന്നെ അതിൻ്റെ പേരായി തീർന്നു. ആദാം കർത്താവ് സൃഷ്ടിച്ച സകല ജീവജാലങ്ങൾക്കും പേരിട്ടു. പേരിട്ടപ്പോൾ ഓരോ സകല ജീവജാലങ്ങൾക്കും മൃഗങ്ങൾക്കും അതിൻ്റേതായ സ്വഭാവത്തെ അനുസരിച്ച് പേരിട്ടു. അതായത് കർത്താവ് സിംഹമെന്ന് ചിന്തിച്ചത് ആദാം അതിൻ്റെ സ്വഭാവത്തോടു കൂടിയ പേരിട്ടു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദാം താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും പേരിട്ടു. ഇത്ര വലിയ മഹത്വത്തെയാണ് കർത്താവ് താൻ ഉണ്ടാക്കിയ ആദാമിന്, തൻ്റെ മകന് കൊടുത്തത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഹീബ്രു ഭാഷ എന്നാൽ സൃഷ്ടിക്കപ്പെടാൻ കഴിയുന്ന ഭാഷയാണ് എന്നാണ്. ദൈവം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലതും സൃഷ്ടിച്ചത് ഈ ഹീബ്രു ഭാഷ മുഖാന്തരമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഈ ഹീബ്രു ഭാഷ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നീട് ആദാം മുതലുള്ള മനുഷ്യർ പാറകളിലൊക്കെ ചിത്രങ്ങളായും പിക്ടോഗ്രാഫായും ഒക്കെ ആണ് അവർ ഈ ഭാഷ സംസാരിച്ച് പോകുന്നത്. ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം ഈ വചനങ്ങളെല്ലാം നിങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Amen.